വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുകയാണ്. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണ സംസ്ഥാനതല പ്രവേശനോത്സവം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. വിവരങ്ങളുമായി സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, ഗുഡ് മോർണിംഗ്. സലിം, നേരത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള മഴ, അത് മഴക്കെടുതി കാരണം നമുക്കറിയാം എല്ലാ കാലത്തും മഴയുണ്ടാകും സ്കൂൾ തുറക്കുന്ന ദിവസം. പക്ഷേ ഈ മഴക്കെടുതി കാരണം അല്ലെങ്കിൽ ശക്തമായ കാറ്റ് കാരണം ഈ സ്കൂൾ തുറക്കലിൻ്റെ ഒരു ഭംഗി അത് കെടുത്തിക്കളയുമോ അല്ലെങ്കിൽ നീട്ടിവെക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെയല്ല. നാളെ ജൂൺ 2 തിങ്കളാഴ്ച തന്നെ സ്കൂൾ തുറക്കുന്നു അല്ലേ? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് സ്കൂളുകൾ വേനലവധിക്ക് ശേഷം കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് പോകുന്നു. അതിൽ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശങ്ക ഈ കനത്ത മഴയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ അല്പം ശമിച്ചതും ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഇനി മറ്റൊരു പ്രതിസന്ധികളുമില്ല എന്നുള്ളതുമാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ തന്നെ വീണ്ടും സ്കൂളിലേക്ക് കുട്ടികൾ എത്താൻ പോവുകയാണ്. മാത്രമല്ല അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിലെ കലവൂർ ഗവൺമെൻറ് HSSലാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. സ്കൂൾ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രതിസന്ധിയായി നിന്നത് സംസ്ഥാനത്ത് ശക്തമായി പെയ്ത മഴയാണ്. കാരണം ഈ മാസം 20-ന് തന്നെ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും PTA യോഗങ്ങൾ ചേരാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ച് എല്ലാ സ്കൂളുകളിലും യോഗം ചേർന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്ക്. അതിനുശേഷം 25, 26 തീയതികളിലായി സ്കൂൾ ശുചീകരണം നടത്തണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. അതിന് സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപകരും PTA ഭാരവാഹികളും ഉൾപ്പെടെ പങ്കാളികളാകണമെന്നും അറിയിച്ചിരുന്നു. ശക്തമായ മഴയായിരുന്നു പലയിടങ്ങളിലും ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ആ ശുചീകരണം പല സ്ഥലങ്ങളിലും കൃത്യസമയത്ത് നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്നലെയോടുകൂടി മുഴുവനിടങ്ങളിലും ആ നിലയിലുള്ള ശുചീകരണം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത്. എന്തായാലും അതോടുകൂടി സ്കൂളുകൾ, സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളും പൂർണ്ണ സജ്ജമായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയിക്കുന്നത്. മാത്രമല്ല വലിയ മാർഗനിർദ്ദേശങ്ങൾ കൂടി സംസ്ഥാനത്തെ സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ വ്യാപിക്കുന്ന ലഹരി ഉപയോഗത്തിൻ്റെ ഭാഗമായി അന്യരെ ആരെയും, അതായത് സ്കൂൾ സമയങ്ങളിൽ പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളല്ലാത്ത പുറത്തു നിന്നുള്ള ആരെയും സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല സ്കൂൾ പരിസരത്ത് വെച്ച് ഈ കാര്യമായ പരിചയമില്ലാത്ത ആരെങ്കിലുമായി സ്കൂൾ കുട്ടികൾ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ആരെന്ന് തിരക്കുകയും അതിൽ നടപടിയെടുക്കുകയും ചെയ്യണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കനത്ത നിർദ്ദേശം, ചില സ്കൂളുകളിൽ 1-ാം ക്ലാസ്സിനായി പ്രവേശന പരീക്ഷ നടത്താറുണ്ട്. അത്തരത്തിലുള്ള പരീക്ഷകൾ നടത്തുന്നത് കർശനമായി വിലക്കിക്കൊണ്ടുകൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. ഉന്മേഷ്, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.